വ്യവസായ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഒപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് കുന്നുകര റയാൻ ഇന്റർനാഷണൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഒപ്പം എന്ന രണ്ടക്ഷരം സൂചിപ്പിക്കുന്നത് പോലെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആശങ്കകളുടെയും നമ്മുടെ ആവശ്യങ്ങളുടെയും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മെ ചേർത്ത് പിടിക്കുന്ന, നിങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഈ ജനകീയ ഇടപെടലിന് ആദ്യമേ തന്നെ ഹൃദയപൂർവമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ആശയത്തിന്റെ പിന്നിലുള്ള വ്യക്തി, ഇതിന് നേതൃത്വം നൽകുന്ന ഈ നിയോജക മണ്ഡലത്തിന്റെ സമാദരണീയനായിട്ടുള്ള MLA കൂടിയായിട്ടുള്ള സംസ്ഥാന നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് മിനിസ്റ്ററോടും ഹൃദയപൂർവമായ അഭിനന്ദനങ്ങളും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. ഇതുവരെ നടന്ന ക്യാമ്പുകളിൽ ഏറ്റവും വലിയ ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. 8 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ മെഗാ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വമായി അഭിനന്ദിക്കുന്നു. എല്ലാ ആധുനികമായിട്ടുള്ള ചികിത്സാ സങ്കേതങ്ങളും സംവിധാനങ്ങളും അതുപോലെ ഏറ്റവും മികച്ച പ്രതിഭാധനരായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരും, ഡോക്ടേഴ്സും മറ്റ് നഴ്സസും മറ്റ് ആരോഗ്യ പ്രവർത്തകരും എല്ലാം ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടാണ്, ഈ പഞ്ചായത്തിൽ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഏറ്റവും മികച്ച പൊതുജനാരോഗ്യ സൂചികകളുള്ള നാടാണ് നമ്മുടെ. സാങ്കേതിക ടെക്നോളജിക്കപ്പുറത്ത് പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ മികവ് കൊണ്ട് മികച്ച ആരോഗ്യ നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനമാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ച രാജ്യത്ത് ഏറ്റവും കുറവ് കുഞ്ഞുങ്ങൾ മരണമടയുന്ന സംസ്ഥാനം കേരളമാണ്. നവജാത ശിശു മരണ നിരക്ക് ഏറ്റവും കുറവ് നമ്മുടെ രാജ്യത്ത് നിന്നുള്ളതല്ല, ലോകത്തെ ഏറ്റവും മികച്ച നിലയിലുള്ള പൊതുജനാരോഗ്യ സംവിധാനമുള്ള രാഷ്ട്രങ്ങളുടെ ഡേറ്റയ്ക്ക് തുല്യമോ അതിലും ബെറ്ററുമാണ് കേരളത്തിൽ. വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനായി. നമുക്കെല്ലാം വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും ആത്മസംതൃപ്തി നൽകുന്ന പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ഒപ്പം മെഡിക്കൽ ക്യാമ്പാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ വ്യവസായ വകുപ്പിന് അംഗീകാരം കിട്ടി, മറ്റു കാര്യങ്ങൾ കിട്ടി, അതെല്ലാം വേറൊരു ഭാഗമാണ്. പക്ഷെ ഇവിടെ കണ്ട് പോകുന്ന ആളുകളുടെ മുഖത്തുള്ള ആ സന്തോഷം, ആ സ്നേഹം, അതാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. ഇപ്പോൾ 25,000-നടുത്ത ആളുകൾക്ക് നമ്മൾ 3 ക്യാമ്പുകളിലായി വിവിധ തരത്തിലുള്ള ചികിത്സ നൽകിയിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുവരെ നടന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷനോടുകൂടി നടക്കുന്ന ക്യാമ്പാണ് കുന്നുകരയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പ്. അത് പ്രധാനമായിട്ടും കുന്നുകര, കരുമാലൂർ 2 സ്ഥലത്തും പഞ്ചായത്ത്, എല്ലാ പ്രസ്ഥാനങ്ങൾ എല്ലാവരും ഒന്നിച്ചിറങ്ങി ആശുപത്രിയും ഒരു ദിവസം ഒരു കുടക്കീഴിലാണ്. എറണാകുളം ജില്ലയിലെ ആരോഗ്യ മേഖലയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇന്നിപ്പോൾ റയാനിലുണ്ട്. നമ്മളിപ്പോൾ പൊതു ആരോഗ്യ സംവിധാനമാകാം, സ്വകാര്യ ആരോഗ്യ സംവിധാനമാകാം, അവിടെ പോയി കണ്ട്, ഗവൺമെൻറ്റിലാണെങ്കിൽ പോലും കുറേ സമയമെടുക്കും, സ്വകാര്യ സംവിധാനങ്ങളിലാണെങ്കിൽ സമയവും പണവും ചെലവഴിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ എല്ലാ ആശുപത്രിയും ഇവിടെയുണ്ട്. ആസ്റ്റർ ഉണ്ട്, അമൃതയുണ്ട്, രാജഗിരി ഉണ്ട്, റിനേ മെഡിസിറ്റി ഉണ്ട്, മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ട്, ലിസി ഹോസ്പിറ്റൽ, അതിനോടൊപ്പം തന്നെ കാർഡിയാക് സൊസൈറ്റി, ജില്ലയിലെ മിക്കവാറും എല്ലാ കാർഡിയോളജിസ്റ്റുകളും ഇവിടെയുണ്ട്. നമുക്കാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ കാർഡിയാക് സർജൻ, അദ്ദേഹം 9:30 മണി കഴിഞ്ഞപ്പോഴേ ഇവിടെ എത്തിയതാണ്. ഈ 1ാം ക്യാമ്പ് മുതൽ അദ്ദേഹമുണ്ട്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, അദ്ദേഹം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സുധീന്ദ്ര ഹോസ്പിറ്റലുണ്ട്, പിന്നെ നമ്മുടെ അഡ്ലക്സ് ഉണ്ട്, എല്ലാം LF ഉണ്ട്. ഐ ഹോസ്പിറ്റലാണെങ്കിൽ ഗിരിധർ ഉണ്ട്, അതോടൊപ്പം തന്നെ ഐ ഫൗണ്ടേഷൻ ഉണ്ട്, ടോണി ഫെർണാണ്ടസ് ഡോക്ടറുടെ ആശുപത്രി ഉണ്ട്. അപ്പോൾ എല്ലാ ആശുപത്രിയുണ്ട്. ഏതെങ്കിലും വിട്ടുപോയി കിൻഡർ ആണെങ്കിൽ ഇത്തവണ ഈ ക്യാമ്പിനോടനുബന്ധിച്ച് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി 50 വനിതകൾക്ക്, ഈ ക്യാമ്പിൽ നിർദ്ദേശിക്കുന്ന 50 വനിതകൾക്ക് സൗജന്യമായി, പൂർണ്ണമായ സൗജന്യമായി
സർജറി ചെയ്തു നൽകുമെന്നുള്ളത് ഇപ്പോൾ ഇവിടെ അറിയിച്ചിട്ടുണ്ട്. കിൻഡർ ഹോസ്പിറ്റൽ അവർ ഇതിന് പ്രധാന ഭാഗമാണ്. കളമശ്ശേരി മണ്ഡലത്തിൽ തുടർച്ചയായ 4ാം തവണയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 10,000-ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ആസ്റ്റർ, രാജഗിരി, അമൃത മെഡിക്കൽ ട്രസ്റ്റ്, റിനൈ മെഡിസിറ്റി, ലിസി, ലൂർദ്, കിൻഡർ ഹോസ്പിറ്റൽ, ശ്രീനാരായണ മെഡിക്കൽ കോളേജ്, ലിറ്റിൽ ഫ്ലവർ, ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, ഹൈ ഹോസ്പിറ്റൽ, ഗിരിധർ, അറ്റ്ലക്സ്, അപ്പോളോ, മഞ്ഞുമ്മൽ സുധീന്ദ്ര തുടങ്ങിയ ആശുപത്രികൾക്കൊപ്പം എറണാകുളം ജനറൽ ആശുപത്രി, കൊച്ചി മെഡിക്കൽ കോളേജ്, കൊച്ചി ക്യാൻസർ സെന്റർ, ഹോമിയോ, ആയുർവേദ ആശുപത്രികൾ തുടങ്ങിയവ ക്യാമ്പിലുണ്ടായിരുന്നു. IMA, BPCL കൊച്ചി, റിഫൈനറി, IRE എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 250-ലധികം ഡോക്ടർമാർ, 300-ൽ പരം ആരോഗ്യ പ്രവർത്തകരും ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത അർഹതപ്പെട്ടവർക്ക് സൗജന്യ ശസ്ത്രക്രിയാ സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട്. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് തിമിര ശസ്ത്രക്രിയയും കണ്ണടയും സൗജന്യമായി നൽകി. മരുന്നും രോഗികൾക്ക് ആവശ്യമായ വിദഗ്ധ പരിശോധനകളും ശസ്ത്രക്രിയയും സൗജന്യമായിരുന്നു. വിവിധ ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.